ഗൈസ്, കുമ്പിടിയാണ്. കുമ്പിടിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്വിഗ്ഗിയിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഓർഡർ എടുക്കേണ്ടത്, എങ്ങനെയാണ് പിക്കപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓർഡർ കൊണ്ടു കൊടുക്കേണ്ടത്, മാപ്പ് എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ അടുത്ത് ഫുൾ വീഡിയോ ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്വിഗ്ഗി ഡെലിവറി പാർട്ട്ണർ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രോ ആണ് നമുക്ക് വരിക. നമുക്കിപ്പോൾ നമ്മുടെ സോൺ ഏതാണോ ആ സോണിൽ എത്തിയതിന് ശേഷമാണ് നമുക്ക് ഇവിടെ ഓഫ്ലൈനാണ് എടുക്കണേ. അപ്പോൾ നമ്മുടെ സോണിൽ എത്തിയതിന് ശേഷമാണ് നമുക്കിത് ഓൺലൈൻ ആക്കാൻ പറ്റത്തുള്ളൂ. ഓൺലൈനിലാക്കിയാലാണ് നമുക്ക് ഓർഡർ വരത്തുള്ളൂ, ഓർഡർ എടുക്കാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നില്ലേ നമ്മുടെ കുട്ടനല്ലൊരു ഹൈലൈറ്റ് മാളില്ലേ, അതിൻ്റെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ സോണുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ സോണിൽ എത്തിയതിന് ശേഷം ഇത് ഓഫ്ലൈൻ മാറ്റിയിട്ട് ഓൺലൈൻ ആക്കാൻ പോവുക. ഓൺലൈൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏണിങ്സ്, ഇവിടെ നമ്മൾ എത്ര പേർ വർക്ക് ചെയ്തു, ഇവിടെ എത്ര ഓർഡർ ആയി, ഇതാണ് ഈ ഒരു സംഭവത്തിൽ കാണിക്കുക. പിന്നെ പറയാച്ചുള്ള കാര്യം, ഈ അപ്ഡേറ്റിനെന്ന് പറഞ്ഞിട്ടില്ലേ, അതെപ്പോഴും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എന്തെങ്കിലും ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് തൃശ്ശൂർക്ക് പോവാണ്. അപ്പോൾ തൃശ്ശൂർക്ക് പോകുന്ന വഴിക്കൊന്നുമില്ലെങ്കിൽ ഇവിടെ നിന്നല്ലെങ്കിൽ സൂഫിന്നാ, അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എവിടെ നിന്നെങ്കിലും ഓർഡർ അടിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തൃശ്ശൂർ പോവാം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കാത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹൈലൈറ്റ് മാളിൽ നിന്ന് ഓർഡർ അടിക്കൽ കുറവാണ്, പൊതുവെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂർക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സോണിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് എപ്പോഴും ഓർഡർ അടിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ ഒരു 10-15 നിൽക്കുന്നത് നല്ലത്, 10-15 മിനിറ്റ് നിൽക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ പൊതുവെ ഓർഡർ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കാണ്ട് തൃശ്ശൂർക്ക് പോകണത് കേട്ടോ. ഗൈസ്, നമുക്കങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കണ്ട എവിടെയാണോ ആ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് അതൊക്കെ ഇവിടെ ഡീറ്റെയിൽ കാണിക്കും. നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാപ്പ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള മാപ്പ് ഓപ്പൺ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് അറിയാത്തവർ ആ മാപ്പ് നോക്കിയിട്ട് ആ റെസ്റ്റോറൻറ്റിലോട്ട് പോകാട്ടോ. നമുക്കപ്പോഴേ ഇവിടെ നിന്നാണ് ഓർഡർ അടിച്ചിരിക്കണം കേട്ടോ. ഓൾറെഡി കണ്ട നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക, യെസ് കൊടുക്കുക. നമ്മുടെ സെൽഫി ചോദിക്കുന്നുണ്ട്, ഒരു സെൽഫി എടുത്ത് കൊടുക്കണം. ഈ സെൽഫി ചോദിക്കുന്നത് നമ്മളെങ്ങാണോ ഒന്ന് ഓടണമെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൽഫി കറക്റ്റായിട്ട് അവർക്ക് എടുത്തു കൊടുക്കുക. നമ്മുടെ ഓർഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നമ്പർ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഓർഡറിൻ്റെ നമ്പർ 7441. ആ 7441 ഉള്ളത് ഒന്നല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി പറയണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഐറ്റം വെച്ചിട്ടുണ്ടാവും, അതിൽ നമ്പർ നോക്കിയിട്ട് എടുക്കണം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇതാണ് ആ നമ്പർ 7441. ഓർഡർ എടുത്തതിന് ശേഷം 7441 കൺഫേം ചെയ്തു. അതിന് ശേഷം പിക്കപ്പ് കൊടുത്തു, യെസ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ കസ്റ്റമറുടെ ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാപ്പ് നോക്കിയിട്ട് കസ്റ്റമറുടെ ലൊക്കേഷനിലോട്ട് എത്താം. ഓർഡർ കൊണ്ട് കൊടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെത്തിയിരിക്കുന്നത് കസ്റ്റമറുടെ കറക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ കസ്റ്റമർക്ക് ഞാനിപ്പോൾ ഐറ്റം കൊടുത്തു. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റീച്ച് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക, കസ്റ്റമറിന് ഐറ്റം കൊടുക്കുക, അതിന് ശേഷം ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. ഇതാണ് നമുക്ക് കിട്ടിയ എമൗണ്ട്. എന്നിട്ട് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ, അതായത് നമ്മുടെ സോൺ എവിടെയാണോ ആ സോണിലോട്ട് നമ്മൾ തിരിച്ച് ചെല്ലണം. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും സോണിലോട്ട് പോവാം. നോക്കൂ ഗൈസ്, ഔട്ട് ഓഫ് സോൺ കാണിക്കണ കണ്ട. നമ്മളിപ്പോൾ സോണിൻ്റെ വെളിയിലാണിച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സോൺ എന്ന് പറഞ്ഞ് കാണിക്കും. സോണിൻ്റെ ഉള്ളിലാണെങ്കിൽ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ഹോം പേജ് ബ്ലൂ കളറായിരിക്കും. അപ്പോൾ ഔട്ട് ഓഫ് സോൺ ആയതുകൊണ്ടാണ് അതൊരു ബ്രൗൺ ഷെയ്ഡിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ സോണിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. സോണിൻ്റെ ഉള്ളിൽ മാത്രമല്ല, റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തും കൂടി ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം സോണിൻ്റെ ഒക്കെ ഒരുപാട് അകലാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ഓർഡർ അടിക്കത്തില്ല. അപ്പോൾ പരമാവധി സോണിൻ്റെ ഉള്ളിലായിരിക്കണം, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിരിക്കണം. അതായത് നമുക്ക് ഓർഡർ കിട്ടുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിരിക്കണം.
ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ റീൽസിലൊക്കെ വൈറലായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ മണ്ണൂത്തി ചിറക്കേക്കോട് ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഏകദേശം. അപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് 2 ഓർഡറൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഫസ്റ്റ് ഓർഡർ വന്നിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ഓർഡർ നമുക്ക് വരും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് റെസ്റ്റോറൻ്റ് ആണോ ആ റെസ്റ്റോറൻറ്റിലോട്ട്, അതായത് ആദ്യം കാണിക്കുന്ന റെസ്റ്റോറൻറ്റ് ഏതാണോ ആ റെസ്റ്റോറൻറ്റിലോട്ട് ആദ്യം പോവുക, ഐറ്റം കളക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഐറ്റം എടുത്തു എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തുക. ഓട്ടോമാറ്റിക്കലി അപ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ റെസ്റ്റോറൻറ്റ് ഏതാണെന്നും കാണിക്കും. ആ റെസ്റ്റോറൻറ്റിൻ്റെ ആണെങ്കിൽ അത് കാണിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അത് കാണിക്കും. അപ്പോൾ ചെയ്യണമാതിരി തന്നെ ചെയ്യുക. ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്യുക, പോയിട്ട് ഐറ്റം എടുക്കുക, തിരിച്ചു വരിക. പിന്നെ നമുക്ക് ആദ്യം പോകേണ്ടത് ഏത് കസ്റ്റമറിൻ്റെ അടുത്തേക്കാന്ന് വെച്ചാലും അതും അതിൽ നമുക്ക് ആദ്യം കാണിക്കും. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളാണ് ആ 2 ഓർഡർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ ചെയ്യേണ്ടത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കിനി അറിയില്ല, 2 ഓർഡർ ഒരുമിച്ച് അടിക്കാമെന്നൊന്നും അറിയത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാണ്. അങ്ങനെ ഓർഡർ അടിക്കുകയാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. പിന്നെ പറയാനുള്ളത്, എൻ്റെ ഷിഫ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. 9.5 മണിക്കൂർ നമ്മൾ ടോട്ടൽ വർക്ക് ചെയ്യണം. ഈ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 11 മണിക്കുള്ളിൽ ഏത് ടൈമിങ്ങിൽ വേണമെങ്കിലും നമുക്ക് 9.5 മണിക്കൂർ നമുക്ക് ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. 1 മിനിറ്റിൻ്റെ വ്യത്യാസം വന്നാൽ പോലും നമുക്ക് ഈ കിട്ടേണ്ട ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ പരമാവധി ഓർഡറുകൾ റിജക്റ്റ് ചെയ്യാതെ നോക്കാം. നമ്മൾ റിജക്റ്റ് ചെയ്യാതെ നോക്കാം. ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഇൻസെൻറ്റീവിനൊക്കെ ബാധിക്കും. അപ്പോൾ പരമാവധി ഇപ്പോൾ നമ്മൾ അതിനുള്ളിൽ നേരത്തെ ഇറങ്ങിയാലും ചിലർ, ഞാനൊക്കെ ആദ്യം നേരത്തെ ഇറങ്ങിയിട്ട് ഈ കറക്റ്റ് ഷിഫ്റ്റിലൊന്നും നിൽക്കാതെ ഇൻസെൻറ്റീവ് അടിച്ചിട്ട് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, നമ്മൾ പണിയെടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഇൻസെൻറ്റീവ് അടിക്കുന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. കറക്റ്റ് നമ്മൾ 12 മണി മുതൽ 11 മണി വരെ ഉള്ളിൽ നമ്മൾ 9.5 മണിക്കൂർ കറക്റ്റായിട്ട് നമ്മൾ ഷിഫ്റ്റ് ക്ലോസ് ചെയ്തിരിക്കണം. അതിപ്പോൾ നേരത്തെ ഇറങ്ങിയാലും വൈകി ഇറങ്ങിയാലും നമ്മൾ ആ കറക്റ്റ് ടൈമിങ്ങിനുള്ളിൽ, നമുക്ക് തന്ന കറക്റ്റ് ടൈമിങ്ങിനുള്ളിൽ നമ്മൾ 9.5 മണിക്കൂർ എന്തായാലും നമ്മൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബാഗും കൊണ്ടുപോകണം, കറക്റ്റായിട്ട് നമ്മൾ യൂണിഫോമും ധരിക്കണം. അല്ലെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് സ്വിഗ്ഗിക്കാർ ചോദിക്കും, നമ്മൾ ബാഗ് കൈ പിടിച്ചിട്ടുണ്ടോ, നമ്മൾ യൂണിഫോമിലാണോ, നമ്മുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കാൻ പറയും. നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ആദ്യം 1-2 വട്ടമൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർ കണ്ണടച്ചൊന്നൊക്കെ വരും. പക്ഷെ പിന്നീട് നമ്മൾ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വീഴും. 50 രൂപയ്ക്കായിരിക്കും യൂണിഫോമും ബാഗൊക്കെ ഇല്ലാത്തതിനും ഓരോന്നിനും അവർ എടുക്കുന്ന പൈസ. അപ്പോൾ പരമാവധി നമ്മൾ യൂണിഫോമും ഇടുക, അതുപോലെ തന്നെ ബാഗും ഇടാം. പിന്നെ നമുക്ക് കിട്ടേണ്ട ഇൻസെൻറ്റീവിൽ നോക്കുമ്പോൾ 7 ഓർഡറിന് 50 രൂപയും, 11 ഓർഡറിന് 95 രൂപയും, 17 ഓർഡറിന് 170 രൂപയും, പിന്നെ മോർന്ന് കൊടുത്തേക്കണേ. അതെന്ന് പറയുന്നത് ഒരു 21 ഓർഡറിനൊക്കെ 260 രൂപയും ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ നമുക്ക് തന്ന ഷിഫ്റ്റിൻ്റെ ടൈമിൽ കറക്റ്റ് 9.5 മണിക്കൂർ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് അടിക്കത്തുള്ളൂ. അതിപ്പോൾ 7 ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 രൂപ അടിച്ചു. ഇനി വീണ്ടും 1 മുതൽ 11 വരെ ഓർഡർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് 95 അടിച്ചു. അങ്ങനെയല്ല നമുക്ക് കിട്ടുക. ടോട്ടൽ നമുക്ക് ഇൻസെൻറ്റീവ് നമ്മളിത് മുട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 260 കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം മുതൽ, അതായത് 1 ഓർഡർ മുതൽ 7 ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ 50 രൂപ. പിന്നെ നമ്മൾ അടുത്ത ഓർഡറിന് 11 ഓർഡർ ആവാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 95 രൂപ. അപ്പോൾ ഇത് കൂട്ടത്തില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ 21 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 260 രൂപയാണ് നമുക്ക് അടിക്കുക. ഗൈസ് കണ്ട, ഞാൻ തിരിച്ച് സോണിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ മാറി ബ്ലൂ കളറായി. തിരിച്ച് സോണിലോട്ട് വന്നു എന്നർത്ഥം. പിന്നെ പറയാച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ഷിഫ്റ്റ് ബുക്ക് ചെയ്യണം കേട്ടോ. മൈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കണുണ്ടോ, അതിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 29-ാം തീയതിയിലത്തെ ഷിഫ്റ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ആവശ്യമുള്ള ഷിഫ്റ്റ് ഞാൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് ഞാൻ ബുക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ബുക്ക് കൊടുത്തു. അപ്പം എൻ്റെ ഷിഫ്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളെപ്പോഴും നമുക്ക് ഓടാനുള്ള ഷിഫ്റ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. ഷിഫ്റ്റ് നിങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 9.5 മണിക്കൂർ കറക്റ്റ് നിങ്ങൾ വർക്കിൽ ഉണ്ടായിരിക്കണം. അത് മറന്നു പോരുത്. എന്നാൽ 1 മിനിറ്റിൻ്റെ വ്യത്യാസം പോലും നമ്മുടെ ഇൻസെൻറ്റീവ് നഷ്ടപ്പെടാനായിട്ട് കാരണമാവും. പിന്നെ നമുക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽ വരുമല്ലോ. ചിലപ്പോൾ അത് ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ് നമ്പർ, ഏത് ഫ്ലാറ്റാണ്, ഫ്ലോർ ഏതാണെന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വീടാണെങ്കിൽ ചിലർ വീട്ടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ട് നമ്പർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ വിളിക്കാനുള്ള ഓപ്ഷനൊക്കെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക്
കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാനുള്ള ഓപ്ഷനും അതിലുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ചില സിറ്റുവേഷനിലുണ്ടല്ലോ ഈ 86-89 ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ ഐഡി വരണേ. പിക്കപ്പ് കൊടുക്കാണ്ട് വെരിഫൈ ഓർഡർ കൊടുക്കാൻ പറയും. അത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ അടിക്കാൻ പറയും. അതെന്തെന്നാണ് അടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഓർഡറിൻ്റെ ഐറ്റം. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓർഡറിൻ്റെ ഐറ്റം. അതിൻ്റെ ഇവിടെ OTP കണ്ട. ഈ ഒരു OTP ആണ് നമ്മളതിൽ അടിച്ചു കൊടുക്കേണ്ടത്. 66-72. അപ്പോൾ ഇതിലടിച്ചു കൊടുക്കാം 66-72. അപ്പോൾ അത് വെരിഫൈഡായി. അതിന് ശേഷം പിക്കപ്പ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ നോർമലി നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഗൈസ് പലർക്കുള്ള ഡൗട്ടാണ് ഈ ക്യാഷ് ഓൺ ഡെലിവറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന്. ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് കയ്യിൽ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ QR ഒക്കെ ആണെങ്കിലും നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ ആ പൈസ വാങ്ങുന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ക്യാഷ് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് കിട്ടുന്ന സ്വിഗ്ഗിയിൽ ഓടിയിട്ട് നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് സ്വിഗ്ഗിക്കാർ ആ ഒരു എമൗണ്ട് കുറച്ചിട്ടാണ് ബാലൻസ് നമുക്ക് തരത്തുള്ളൂ. അപ്പം അങ്ങനെ പൈസ നമുക്ക് എടുക്കണോണ്ടും പ്രശ്നമൊന്നുമില്ല. പിന്നെ പറയുകച്ചാൽ ഇപ്പോൾ 499 രൂപയുടെ ഓർഡറാന്ന് വിചാരിക്കുക. ക്യാഷ് ആയാലും മറ്റേ QR ആയാലും ആ ഒരു എമൗണ്ടിൻ്റെ ആണെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ 500 കിട്ടി, ബാക്കി 1 രൂപയുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് അടിക്കൊന്നും വേണ്ട. ആ സ്വിഗ്ഗിയിൽ എത്രയാണോ എമൗണ്ട് പറയുന്ന ആ ഒരു എമൗണ്ട് അടിച്ചു കൊടുത്താൽ മതി. ബാക്കി നമുക്ക് കിട്ടുന്ന ഒരു ടിപ്പും അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ബാലൻസ് കൊടുക്കുക. ചിലപ്പോൾ കസ്റ്റമേഴ്സ് ബാലൻസ് 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ വാങ്ങിച്ചൊന്നും വരുത്തൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ടിപ്പ് കൂട്ടിയിട്ടായിരിക്കും നമുക്ക് തരാം. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ആ കറക്റ്റ് എമൗണ്ട് അതിൽ അടിച്ചു കൊടുത്താൽ മതിട്ടോ. ഗൈസ് നിങ്ങൾക്ക് ഷോബയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാളിലാണ് ഓർഡർ കിട്ടണമെന്ന് വെച്ചാൽ ആ മാളിൽ താഴെ എത്തൂലേ, താഴെ എത്തിയതിന് ശേഷം ഈ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ പോയിട്ട് ഓർഡർ എടുത്തിട്ട് ആ ഓർഡർ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം മാത്രം പിക്കപ്പ് കൊടുത്താൽ മതി. കാരണം അതിലും നമുക്ക് എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ ക്യാഷിന് ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞത് കേട്ടോ. ഗൈസ് ഓർഡർ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് അതെ എൻ്റെ ഫാൻസാണ്. ഒരു ഹായ് പറയണ എല്ലാവരും. പിള്ളേര് ഞാനവിടെ വണ്ടി നിർത്തിയ പക്ഷെ അറ്റത്തുനിന്ന് ഓടി വന്ന് കുമ്പിടി എന്ന് പറഞ്ഞിട്ട് എന്തല്ലേ ഇവിടെ വെച്ച് കണ്ടാലും നമ്മളൊക്കെ അറിയണ്ടല്ലോ. ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. അപ്പം ഞാൻ അങ്ങനെ ഓർഡർ കൊടുത്തു കേട്ടോ. ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഞാനിപ്പോൾ വന്നത്. അതായത് ഇപ്പോൾ പോയിട്ട് എടുത്ത ക്യാഷിയുടെ ഓർഡർ ഇതാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇൻകറക്റ്റ് വെയിറ്റിംഗ് ടൈം കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്യണം ഇൻകറക്റ്റ് വെയിറ്റിംഗ് ടൈം, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. കണ്ടോ ഇവിടെ നമുക്ക് 11 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കാം. കിട്ടുന്ന പൈസ നമ്മൾ എന്തെങ്കിലും വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നാളെ മേലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതിട്ടാ. 1 രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് മെസ്സേജ് അയക്കുക, ഇൻസ്റ്റയിൽ മെസ്സേജ് എന്തെങ്കിലും ചെയ്താൽ മതി, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റിപ്ലൈ തരാം കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.